നമസ്തേ. ഇന്ന് നമ്മൾ പ്രവേശിക ബുക്കിലുള്ള രണ്ടാമത്തെ ചോദ്യപേപ്പറിലെ ക്വസ്റ്റ്യനായ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം മാം ബാപ്പ് ഔർ ജന്മ, അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ജന്മത്തെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. ഇതിൽ രണ്ട് ചോദ്യങ്ങളാണ് വരുന്നത്. ഒന്ന് ടിപ്പണി ലിഖിയെ, അടുത്തത് സാരാംശ് ലിഖിയെ. ഇതിൽ സാരാംശ് ലിഖിയെ പഠിക്കുകയാണെങ്കിൽ ടിപ്പണി എഴുതാനും എളുപ്പമായിരിക്കും. സാരാംശ് ലിഖിയെ महात्मा की महानता सत्य और अहिंसा मात्र से नहीं अपने गुणदोष को मानने की आदत से भी है. മഹാത്മാഗാന്ധിയുടെ മഹത്വം എന്ന് പറഞ്ഞാൽ സത്യത്തിനും അഹിംസയ്ക്കും മാത്രമല്ല, അദ്ദേഹം ഗുണദോഷത്തെയും അംഗീകരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. इस लेख में हम उनके माँ बाप और जन्म के बारे में हम देखने वाले हैं. ഈ ലേഖനത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ അമ്മയെയും അച്ഛനെയും ജനനത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ജന്മ തഥാ പരിവാർ, അദ്ദേഹത്തിൻ്റെ ജന്മവും കുടുംബവും. महात्मा गांधी जी का जन्म गुजरात के पोरबंदर में 2 अक्टूबर 1869 में हुआ. മഹാത്മാഗാന്ധി ജനിച്ചത് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദർ ജില്ലയിലാണ്. വൈഷ്ണവ് ഭക്തി സെ സമ്പന്ന പരിവാർ മേ ഇൻകാ ജന്മ ഹുവ, വളരെയധികം ഭക്തി സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. പിതാ തഥാ ദോനവും വൈഷ്ണവ് ഭക്തതെ, അച്ഛൻ വൈഷ്ണവ് ഭക്തനായിരുന്നു. ഇൻകാ പരിവാർ കാഫി സമ്മാനനീയത, വളരെയധികം ആദരിക്കപ്പെടുന്ന ഒരു കുടുംബത്തിൽ ഉള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഗാന്ധിജി കെ പിതാ महात्मा गांधी जी के पिता कबा गांधी पोरबंदर के एक जाने माने इंसान വ്യക്തി थे. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പോർബന്ദറിൽ വളരെയധികം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. വേ സത്യ ഓർ ധർമ്മക്കോ മാന്യേ വാലെ വ്യക്തി थे. അദ്ദേഹം സത്യത്തെയും ധർമ്മത്തെയും അംഗീകരിക്കുന്ന വ്യക്തിയായിരുന്നു. വേ കുടുംബ പ്രേമി സത്യപ്രിയ തഥാ ശൂർദേ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ കുടുംബസ്നേഹിയും സത്യപ്രിയനും ശൂരനുമായിരുന്നു. സാത്തുമേം ക്രോധീബീതെ, അതോടൊപ്പം തന്നെ വളരെ വലിയൊരു ദേഷ്യക്കാരനും കൂടിയായിരുന്നു. ഉനേം സ്കൂളി ശിക്ഷ അധിക് പ്രാപ്തി നഹി ഹുയി, സ്കൂൾ വിദ്യാഭ്യാസമൊന്നും ധാരാളമായി ലഭിച്ചിട്ടില്ല. അപ്നേ അനുഭവസേ ഉനോനെ ബഹുത് കുച്ച് സീഖാത്ത, തൻ്റെ അനുഭവത്തിലൂടെ ധാരാളം കാര്യങ്ങൾ പഠിച്ചെടുത്തതായിരുന്നു. വേ റിശ്വത് സേ ദൂർ ഭാഗ്തേതേ ഔർ അച്ഛാ ന്യായ് കർത്തേതേ, കൈക്കൂലിയിൽ നിന്നും ദൂരെ മാറി നിൽക്കുകയും നല്ല ന്യായത്തിന് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുമായിരുന്നു. വേ രാജ്കോട്ട് മേ കുച്ച് സമയ തക് പ്രധാനമന്ത്രി രഹേ, രാജ്കോട്ടിൽ കുറച്ചു കാലത്തോളം പ്രധാനമന്ത്രിയായിരിക്കുകയും ചെയ്തു. ഗാന്ധിജിക്ക് മാതാ, ഗാന്ധിജിയുടെ അമ്മ. മഹാത്മാ ഗാന്ധിജിക്ക് മാതാ പുത്തലിബായി ഏകദം ഭാവുക്തി, മഹാത്മാഗാന്ധിയുടെ അമ്മ പുത്തലിബായി വളരെയധികം ഭവ്യതയുള്ള സ്ത്രീയായിരുന്നു. വേ വൈഷ്ണവ് ഭക്തിൻ തഥാ സാധ്വീതി, വൈഷ്ണവ് ഭക്തിനായിരുന്നു, അതോടൊപ്പം തന്നെ വളരെയധികം സാധ്വിയായിട്ടുള്ള സ്ത്രീയുമായിരുന്നു. രോജ് മന്ദിർ ജാതീതി, ദിവസേന അമ്പലത്തിൽ പോകുമായിരുന്നു. പൂജാപാഠ് കിയേ ബിന കബി ഭോജൻ നഹി കർത്തീതി, പൂജയൊന്നും ചെയ്യാതെ ഒരിക്കലും ഭക്ഷണം കഴിക്കുമായിരുന്നില്ല. ഏക് ബാർ ചന്ദ്രായൺ വ്രത് രഖകർ ബീമാർ പടീതി ഫിർ ബി വ്രത് നഹീ ചോട, ഒരിക്കൽ വ്രതം എടുത്തിരുന്ന സമയത്ത് അസുഖം പിടിപെട്ടിട്ട് പോലും അവർ വ്രതം എടുക്കുന്നതിൽ നിന്നും ഉപേക്ഷ വരുത്തിയിട്ടില്ല. വേ വ്യവഹാർ കുശൽ ഹോനേക്കെ സാത്ത് സാത്ത് ബുദ്ധിമതി ഭീതി, വളരെയധികം നല്ല രീതിയിൽ പെരുമാറാൻ അറിയുന്നതോടൊപ്പം തന്നെ ബുദ്ധിമതിയായിട്ടുള്ള ഒരു സ്ത്രീയും കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ. രാജ് ദർബാർ കി സബ് ബാത്തേം ജാൻതീതി, രാജകൊട്ടാരത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് അറിയാമായിരുന്നു. ഗാന്ധിജിക്ക് പ്രാരംഭിക് ശിക്ഷ, ഗാന്ധിജിയുടെ പ്രൈമറി വിദ്യാഭ്യാസം. മഹാത്മാഗാന്ധിക്ക് പ്രാരംഭിക് ശിക്ഷ പോർബന്ദർ മേം ഹി ഹുയി, മഹാത്മാഗാന്ധിജിയുടെ പ്രാരംഭികമായിട്ടുള്ള വിദ്യാഭ്യാസം പോർബന്ദറിൽ തന്നെയായിരുന്നു. ഉൻകെ ഹിസാബ് സെ വേ തബ് മന്ദബുദ്ധി കേതേ ഔർ കച്ചേതേ, അദ്ദേഹം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആ പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മന്ദബുദ്ധി ബാലകനായിട്ടും ഒന്നും പക്വതയില്ലാത്ത ഒരു കുട്ടിയുമായിരുന്നു. മുഷ്കിൽ സെ വേ കുച്ച് സീഖ് പാത്തേ, വളരെയധികം കഷ്ടപ്പാടോടുകൂടിയാണ് എന്തെല്ലാമോ പഠിച്ചുണ്ടാക്കിയിരുന്നത്. സ്മരൺ ശക്തി ഉൻകി ബഹുത് കച്ചീതി, ഓർമ്മശക്തിയും വളരെയധികം കുറവായിരുന്നു. രാജ്യഭക്തി സത്യ തഥാ ധർമ്മ കെ പ്രതി അസീം പ്യാർ ഭരേ പരിവാർ മേ ഗാന്ധിജി കാ ജന്മ ഹുവാ ഥാ, രാജ്യഭക്തിയും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വളരെയധികം ധാരാളം സ്നേഹിച്ചിരുന്ന കുടുംബത്തിലായിരുന്നു ഗാന്ധിജി ജനിച്ചത്. ഉൻകി മാതാ പിതാ ദോനോ അപ്നെ സദ്ഗുൺ സെ മഹാൻ ആദർശ് പ്രസ്തുത കർണേ മേ സഫൽ രഹേ, അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും എല്ലാം തന്നെ സദ്ഗുണത്തിൻ്റേതായിട്ടുള്ള ആ മഹാനായ ആദർശങ്ങൾ ചിത്രീകരിക്കുന്നതിന് വിജയിക്കുകയും
ചെയ്തിരുന്നു. നമ്പർ 2 ലഡക്പൻ. ലഡക്പൻ കുട്ടിക്കാലം. ഗാന്ധിജിയുടെ കുട്ടിക്കാലത്തെക്കുറിച്ചിട്ടുള്ള സാരാംശമാണ് ഇനി പഠിക്കാൻ പോകുന്നത്. गांधी राजकोट में. महात्मा गांधी के पिताजी राजस्थानी कोर्ट के सदस्य होकर राजकोट गए. അദ്ദേഹത്തിൻ്റെ അച്ഛൻ രാജസ്ഥാൻ കോർട്ടിൽ നിന്നും ഒരു മെമ്പറായിക്കൊണ്ട് രാജ്കോട്ടിലേക്ക് പോയി. ഗാന്ധിജി को भी अपनी 7 साल की उम्र में पोरबंदर छोड़कर राजकोट गए. ഗാന്ധിജിയും തൻ്റെ അച്ഛനോടൊപ്പം 7-ാമത്തെ വയസ്സിൽ പോർബന്ദർ ഉപേക്ഷിച്ച് രാജ്കോട്ടിലേക്ക് പോയി. വഹാം കെ ദേഹാത്തി പാഠശാല ഉൻകി ഭർത്തി ഹുയി. അവിടെയുള്ള ഒരു ഗ്രാമീണ പാഠശാലയിൽ അദ്ദേഹത്തെ ചേർത്തി. പാഠശാല സെ സ്കൂൾ തഥാ ഹൈസ്കൂൾ തക് പഹുഞ്ചിനെ മേം ഉൻകാ 12 വർഷ ബീത് ഗയാ താ. ആ സ്കൂളിൽ നിന്നും ഹൈസ്കൂൾ വരേക്കും അദ്ദേഹം അവിടെ തന്നെ 12 വർഷം കഴിച്ചുകൂട്ടി. തബ് തക് വേ കബി ജൂട്ട് നഹീ ബോലെ. അതുവരേക്കും അദ്ദേഹം ഒരിക്കലും നുണ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വേ ബഹുത് ഹി സങ്കോചീതേ തഥാ അപ്നെ കാം സെ മത്ലബ് രഖ്തേ. അദ്ദേഹം വളരെയധികം നാണക്കേടുള്ളൊരു വ്യക്തിയും തൻ്റെ ജോലിയിൽ ചെയ്യുന്ന ജോലി എന്താണ് എന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹൈസ്കൂൾ की एक घटना. ഹൈസ്കൂളിലെ ഒരു സംഭവം. ഗാന്ധിജി തബ് ഹൈസ്കൂൾ के पहले वर्ष की परीक्षा लिख रहे थे. ഗാന്ധിജി ഹൈസ്കൂളിൽ ആദ്യ വർഷത്തെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. शिक्षा विभाग के इंस्पेक्टर जैल्स जांच के लिए विद्यार्थियों से उन्होंने 5 शब्द लिखवाए. വിദ്യാഭ്യാസ വിഭാഗത്തിലുള്ള ഒരു ഇൻസ്പെക്ടർ അവിടെ സ്കൂളിലേക്ക് വരികയും 5 വാക്കുകൾ എഴുതിപ്പിക്കുകയും ചെയ്തു. ഉന്മേം കെറ്റൽ ശബ്ദ് കെ ഹിജ്ജെ ഗാന്ധിജിനെ ഗലത് ലിഖെ. ഗാന്ധിജി കെറ്റൽ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് തെറ്റായിട്ടാണ് എഴുതിയത്. മാസ്റ്ററിനെ ഇഷാരെ സെ സാമനെ കെ ലഡ്കെ സ്ലേറ്റ് ദേക്കർ ഹിജ്ജെ കി ഗൽത്തി സുധാർനെ കോ കഹ. അവിടെ ഉണ്ടായിരുന്ന മാസ്റ്റർ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞു, അടുത്തുള്ള കുട്ടിയുടെ സ്ലേറ്റ് നോക്കി തെറ്റായ സ്പെല്ലിംഗ് ശരിയാക്കാനായി ആവശ്യപ്പെട്ടു. ലേക്കിൻ ഗാന്ധിജി നക്കൽ കർണ നഹീ ചാഹത്തെ തെ. ഗാന്ധിജി ഒരിക്കലും മറ്റൊരാളുടെ നോക്കി എഴുതാനായി ഇഷ്ടപ്പെട്ടിരുന്നില്ല. ലേക്കിൻ ഗാന്ധിജി പർ ഉൻകാ കോയി അസർ നഹീ ഹുവ. ഗാന്ധിജിയിൽ അതിൻ്റെ യാതൊരുവിധ മാറ്റവും കാണാൻ കഴിഞ്ഞില്ല. ദോ ഘട്നായി. 2 സംഭവങ്ങൾ. മഹാത്മാഗാന്ധി കാ ലഡ്കപ്പൻ മേ പുസ്തക് പഠ്നെ കി ആദത് നഹീ തി. മഹാത്മാഗാന്ധി കുട്ടിക്കാലത്ത് പുസ്തകം വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നില്ല. ഏക് ബാർ ഉൻകി നസർ ശ്രവൺ പിതൃഭക്തി പർ പടി. ഒരിക്കൽ അദ്ദേഹം ശ്രവൺ പിതൃഭക്തി എന്നുള്ള ഒരു ബുക്ക് കാണാൻ ഇടയായി. ബഡേ അനുരാഗ് തഥാ ചാവ് സെ ഉനോനെ ഉസേ പഠ. ആ ശ്രവൺ കി പിതൃഭക്തി എന്നുള്ള പുസ്തകം വളരെയധികം താല്പര്യത്തോടുകൂടി അദ്ദേഹം വായിച്ചു. ഉസ് ജമാനെ മേ കാട്ട് കെ ബക്സ് മേ ശീശെ കെ തസ്വീരെ ദിക്കാനെ ഫിരാ കർത്തേ തെ. ആ കാലഘട്ടത്തിൽ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ ഈ കണ്ണാടി വെച്ചുകൊണ്ട് സിനിമ കാണിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. ഉന്മേ ശ്രവൺ കി കഹാനി ദേക്കർ ഗാന്ധിജി ദ്രവിത് ഹോഗയെ. അതിൽ ശ്രവണിൻ്റെ കഥ കണ്ട് ഗാന്ധിജി വളരെയധികം ആശ്ചര്യപ്പെട്ടു പോയി. ശ്രവൺ കി മൃത്യു പർ ഉൻകെ മാതാപിതാ കാ വിലാപ് ഉനോനെ കഭി ഭൂൽ നഹീ പായ. അതിൽ ശ്രവണിൻ്റെ മരണത്തിൽ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിലാപം കണ്ട് ഒരിക്കലും മറക്കാനായി കഴിഞ്ഞില്ല. മാതാപിതാ കെ പ്രതി മൻമേ ഭക്തി ജഗാനെ മേ ശ്രവൺ കി കഹാനി കാമ്യാബി നിഖൽതി. അമ്മയെയും അച്ഛനെയും കുറിച്ച് മനസ്സിലൊരു ഭക്തി ഉണർത്തുവാൻ ആ കഥ അദ്ദേഹത്തിന് ഉപയോഗപ്പെടുകയും ചെയ്തു. ദൂസരി ഘടന യഹ്ദി. 2ാമത്തെ ഒരു സംഭവം ഇതായിരുന്നു. ഉസ് സമയ കോയി നാടക് കമ്പനി ആയി ഔർ ഗാന്ധിജിക്കോ നാടക് ദേഖ്നെ കാ മൗക്ക മില. ഒരിക്കൽ ഒരു നാടക കമ്പനി വരികയും അതിൽ ഗാന്ധിജിക്ക് നാടകം കാണാനൊരു അവസരം ലഭിക്കുകയും ചെയ്തു. സത്യവാൻ രാജ ഹരിചന്ദ്രയ്ക്ക് കഥാതി. ആ നാടകം ഉണ്ടായിരുന്നത് സത്യവാനിലെ രാജാവായ ഹരിചന്ദ്രൻ്റെ കഥയായിരുന്നു. ഗാന്ധിജി ബാർ ബാർ ഉസേ ദേഖ്ന ചാഹത്തെ തെ. വീണ്ടും വീണ്ടും ആ കഥ കാണാൻ ആഗ്രഹിച്ചു. ലേക്കിൻ മൗക്ക നഹീ മില. അതിനൊരു അവസരം ഒരിക്കലും ലഭിച്ചില്ല. അപ്നെ മൻമേ ഉനോനെ ഈസ് നാടകോ സൈക്കടോ ബാർ ഖേലാ ഹോഗ. തൻ്റെ മനസ്സിൽ ആ നാടകം 100 പ്രാവശ്യമെങ്കിലും ഏകദേശം സ്വയം അഭിനയിച്ച് നോക്കിയിട്ടുണ്ടായിരിക്കും. ഉൻകോ ഹരിചന്ദ്ര കെ സ്വപ്നെ ആയാ കർത്തെ. ഹരിചന്ദ്രൻ്റെ ആ സ്വപ്നമാണ് വന്നുകൊണ്ടിരുന്നത്. ഉൻകെ ദുഃഖോം കോ ദേക്കർ വേ ആൻസു ബഹായ കർത്തെ. ആ ഹരിചന്ദ്രൻ്റെ ദുഃഖം കണ്ടുകൊണ്ട് കണ്ണുനീരൊഴുക്കുകയും ചെയ്തിരുന്നു.
वे समझने लगे कि हरिश्चंद्र के जैसे विपत्तियों भोगना और सत्य का पालन ही सच्चा सत्य है. അദ്ദേഹം മനസ്സിലാക്കിയത് ഇതായിരുന്നു, ഹരിശ്ചന്ദ്രനെ പോലെ എന്ത് വിപത്തുകൾ വരികയാണെങ്കിലും അതെല്ലാം അനുഭവിക്കുകയും സത്യത്തെ മാത്രം കൈവിടരുത്, അതാണ് ശരിയായ സത്യം എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. സത്യ കാ പാലൻ തഥാ മാതാപിതാ കെ പ്രതി ഭക്തി ജഗാനെ മേ ലടപ്പൻ കി ദോ ഘടനയും കാഫി മഹത്വപൂർണ്ണ രഹി. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അച്ഛനെയും അമ്മയെയും കുറിച്ചുള്ള ആ ഭക്തി ഉണർത്തുന്നതിന് 2 പ്രധാനപ്പെട്ട സംഭവങ്ങളായിരുന്നു ഈ 2 കഥകളും അതിലെ സംഭവങ്ങളും. ഉൻക അസർ ഗാന്ധിജി മേ ജീവൻ ബർബര, അതിൻ്റെ ഒരു സ്വാധീനം ഗാന്ധിജിയുടെ ജീവിതത്തിൽ ജീവിതകാലം മുഴുവനും കാണാനായി കഴിഞ്ഞിരുന്നു. ചോദ്യം 3, ഹൈസ്കൂൾ മീം. ഗാന്ധിജിയുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചിട്ടുള്ള സാരാംശമാണ് പഠിക്കാൻ പോകുന്നത്. സദാചാർ. മഹാത്മാ ഗാന്ധിജി ദൂസരെ ദർജെ കെ ബാദ് ഇനാം പായി. മഹാത്മാഗാന്ധിജിക്ക് 2ാം ക്ലാസ് പഠനത്തിന് ശേഷം സമ്മാനങ്ങൾ ലഭിച്ചിരുന്നു. और 5वें तथा 6वें दर्जे में 10 रुपये की छात्रवृत्ति मिलने लगी. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് 10 രൂപ സ്കോളർഷിപ്പ് ലഭിക്കാൻ തുടങ്ങി. വേ അപ്നെ ചരിത്ര പർ ജ്യാദ ഖ്യാൽ രഖ്തെ, തൻ്റെ സ്വഭാവശുദ്ധിയിൽ ധാരാളം ചിന്ത വെച്ചിരുന്നു അദ്ദേഹം. സദാചാർ മേ കബി കോയി ചൂക്ക് ആനെ പർ ഉനെ രുലായി ആജാത്തി, താൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റു സംഭവിക്കുകയാണെങ്കിൽ അറിയാതെ അദ്ദേഹത്തിന് സങ്കടം വരുമായിരുന്നു. ഏക് ബാർ ശിക്ഷക് ഹാത്ത് പർ മാർ കാക്കർ വേ കൂബ്രോയെ, ഒരിക്കൽ അധ്യാപകൻ്റെ കയ്യിൽ നിന്നും അടി വാങ്ങി വളരെയധികം കരഞ്ഞു. ഇൻമേ മാർ കാനെ കാ നഹി ദണ്ഡ് കാ പാത്ര മാനെ ജാനെ കാ ദുഃഖ കാ കാരൺ ദ, അദ്ദേഹത്തിൻ്റെ കാരണം എന്തെന്നാൽ അടി കൊണ്ടതിനല്ല, ശിക്ഷയ്ക്ക് താനൊരു കാരണക്കാരനായില്ലോ എന്നുള്ളതാണ് ദുഃഖം, അറിയാതെ തെറ്റുപോയില്ലോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദുഃഖം. വ്യായാം കാ മഹത്വ, വ്യായാമത്തിൻ്റെ പ്രാധാന്യം. ഗാന്ധിജി തബ് 7വേं ദർജെ കെ ദേ, ഗാന്ധിജി എപ്പോഴാണോ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നത്, ദോരാബജി ഏദ്ലജി ഗീമി ഉൻകെ ഹെഡ് മാസ്റ്റർ ദേ, അദ്ദേഹത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു ദോരാബജി ഏദ്ലജി ഗീമി എന്നുള്ള. ഉൻക അനുശാസൻ കഠിൻ ഹോനെ പർ ബി വേ വിദ്യാർത്ഥിയും കോ പ്രിയ ദേ, അദ്ദേഹം വളരെയധികം അച്ചടക്കമുള്ള ഒരു വ്യക്തിയാണെങ്കിലും വിദ്യാർത്ഥികളെ ധാരാളം സ്നേഹിച്ചിരുന്നു. ഉനോനെ ഊഞ്ചെ ദർജെ കെ വിദ്യാർത്ഥിയും കെ ലിയെ കസരത്ത് തഥാ ക്രിക്കറ്റ് അനിവാര്യ കർ ദീ ദി, അദ്ദേഹം ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വ്യായാമത്തിനും ക്രിക്കറ്റിനും വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. ഗാന്ധിജിക്കോ ഇൻമേം ബിൽക്കുൽ രുചി നഹീന്തി, ഈ കാര്യങ്ങളിലാണെങ്കിൽ ഗാന്ധിജിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. ബാദ്മേം ഉനേം മാലും ഹുവാക്കി വിദ്യാഭ്യാസ് മേ വ്യായാം കാ യാനെ ശാരീരിക് ശിക്ഷ കാ മാനസിക് ശിക്ഷ കെ സമാൻ ഹി സ്ഥാൻ ഹോന ചാഹിയെ, പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായി കഴിഞ്ഞു, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ മാത്രമല്ല വ്യായാമത്തിലും ശാരീരിക വിദ്യാഭ്യാസത്തിനും മാനസികമായ വിദ്യാഭ്യാസത്തിനും തുല്യമായ സ്ഥാനം ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാനായി കഴിയുകയും ചെയ്തു. സുലേഖ് കി ആവശ്യകത. ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. മഹാത്മാഗാന്ധി ഹൈസ്കൂൾ മേ സുലേഖ് കി ആവശ്യകത മാലൂം നഹീ തി, മഹാത്മാഗാന്ധിജിക്ക് ഹൈസ്കൂളിൽ ഈ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ളതല്ലെങ്കിൽ കയ്യക്ഷരത്തിനെ കുറിച്ചിട്ടുള്ള ആവശ്യകതയെക്കുറിച്ച് അറിവില്ലായിരുന്നു. ഉൻകി ലിക്കാവട്ട് സുന്ദർ നഹീന്തി, നല്ല രീതിയിൽ എഴുതുവാനൊന്നും അറിയില്ലായിരുന്നു. ബാദ്മേ ഉനെ മാലൂം ഹുവാക്കി അക്ഷരോം കി ഖരാബ് ഹോനെ അധൂരി ശിക്ഷാക്കി നിശാനി ഹെ, പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലാക്കാനായി കഴിഞ്ഞു, അക്ഷരങ്ങൾ വൃത്തിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഒരിക്കലും പൂർണ്ണമായി എന്നുള്ളതിൻ്റെ അർത്ഥമല്ല, അത് അപൂർണതയിൽ നിൽക്കുന്ന ഒന്നാണെന്ന് അറിയുവാനായി കഴിഞ്ഞു. സുന്ദർ അക്ഷർ ശിക്ഷാക്ക ആവശ്യക് അംഗ് ഹെ, ഭംഗിയുള്ള അക്ഷരങ്ങളാണ് വിദ്യാഭ്യാസത്തിന് ആവശ്യമെന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. രേഖാഗണിത്, കണക്ക്. महात्मा जब 14 दर्जे में थे तब शिक्षा का माध्यम अंग्रेजी था, इसलिए गांधी जी पूर्ण रूप से विषय को समझ नहीं पाते थे. മഹാത്മാഗാന്ധി 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വിദ്യാഭ്യാസത്തിൻ്റെ മീഡിയം ഇംഗ്ലീഷിലായിരുന്നു. അതിനാൽ ഗാന്ധിജിക്ക് മുഴുവനായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പഠിക്കാനുള്ള സമയം ലഭിച്ചിരുന്നില്ല. രേഖാഗണിത സേ വേ നിരാശ ഹോ ഗയേ ദേ, കണക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്നും നിരാശനായിരുന്നു. പരിശ്രമം കർത്തേ കർത്തേ ഗുനെ വ ആസാൻ ലഗ്നേ ലഗിയെ, ഒരുപാട് പരിശ്രമത്തിലൂടെ അതിനെ വളരെയധികം എളുപ്പമാക്കി തീർക്കാൻ കഴിഞ്ഞു. ബാദുമേ വ ഉൻകെ ലിയെ സഹജ് ഔർ രോചക് വിഷയ ഹോ ഗയ, പിന്നീട് അദ്ദേഹത്തിന് കണക്ക് എന്ന് പറയുന്നത് വളരെയധികം മനോഹരമായതും സഹജം എളുപ്പമായിട്ടുള്ള ഒരു വിഷയമാക്കി തീർക്കാനായി കഴിയുകയും ചെയ്തു.
സംസ്കൃത്. മഹാത്മാഗാന്ധി തബ് സംസ്കൃത് സേ ബി ഡർത്തേ ഥേ. മഹാത്മാഗാന്ധിജിക്ക് കണക്ക് പോലെ തന്നെ വളരെയധികം പേടിയുള്ള ഒരു വിഷയമായിരുന്നു സംസ്കൃതം. സംസ്കൃത് മേ ബഹുത് കുച്ച് രട്നാ ഥാ. സംസ്കൃതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഉരുവിട്ട് പഠിക്കാനുണ്ടായിരുന്നു. സംസ്കൃത് കെ അധ്യാപക് കൃഷ്ണശങ്കർ പാണ്ഡേനെ സമജായ കി അപ്നി ധാർമ്മിക് ഭാഷ സംസ്കൃത് ജരൂർ സീഖ്നാ ചാഹിയേ. സംസ്കൃതത്തിൻ്റെ അധ്യാപകൻ കൃഷ്ണശങ്കർ പാണ്ഡെ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു, നമ്മളുടെ ധാർമ്മിക ഭാഷയായ സംസ്കൃതം തീർച്ചയായും നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. സംസ്കൃത് കോ സഹി രൂപ് സേ സീഖ്നെ സേ ആകെ രസ് ഹി രസ് മിലേഗ. സംസ്കൃതം ശരിയായ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ അത് വളരെയധികം രസകരമായ ഒരു ഭാഷയായിരിക്കും. ശിക്ഷക് കി ബാതേം സഹി നികലി. അധ്യാപകൻ പറഞ്ഞത് വളരെയധികം ശരിയായിരുന്നു. ബഡേ ഹോനെ കെ ബാദ് അനേക് ഗ്രന്ഥോं का രസാദ്വാൻ കർണേ മേ സംസ്കൃത് ജരൂർ കാം ആയേഗി. വലുതായതിനു ശേഷം അദ്ദേഹത്തിന് മനസ്സിലാക്കാനായി കഴിഞ്ഞു, വളരെ വലിയ ഗ്രന്ഥങ്ങളെ ആസ്വദിച്ച് വായിക്കുവാനായി ഈ സംസ്കൃതം അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കാനായി കഴിയുകയും ചെയ്തു. 4ാമത്തെ ചോദ്യം, വിവാഹ് ഔർ മാംസഭക്ഷൺ. ഗാന്ധിജിയുടെ വിവാഹവും മാംസാഹാരവും. സാരാംശ് ലിഖിയെ. ഹൈസ്കൂൾ में पढ़ते समय सारांश लिखिए. हाईस्कूल में पढ़ते हुए अपने 13 साल की उम्र में गांधी जी की शादी हुई थी. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ 13 വയസ്സ് പ്രായത്തിൽ ഗാന്ധിജിയുടെ വിവാഹം കഴിഞ്ഞു. ഷാദി കെ ബാദ് ഉൻകി മിത്രത ഉനെ മാംസാഹാർ ബന്നേ കെ ലിയെ പ്രേരിത് കർ ദി. വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന് ലഭിച്ച ഒരു കൂട്ടുകെട്ടിൽ മാംസാഹാരം കഴിക്കുന്നതിന് വേണ്ടിയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയും പ്രേരിപ്പിക്കപ്പെട്ടു. ഷാദി. മഹാത്മാഗാന്ധി की शादी उनके 13 साल की उम्र में हुई थी. മഹാത്മാഗാന്ധി 13ാം വയസ്സിൽ വിവാഹം കഴിച്ചു. ഉസ് ജമാനെ മേ ജ്യാദാതർ ഷാദി ഉസ് ഉമ്ര മേം ഹി ജാത്തി തി. ആ കാലഘട്ടത്തിൽ വളരെയധികം വിവാഹങ്ങളും ആ പ്രായത്തിലാണ് നടന്നിരുന്നത്. ലേക്കിൻ ബാദ് മേ ഗാന്ധിജി ജബ് കബി ഉസ് ഉമ്ര വാലെ ബച്ചോം കോ ദേഖ്തെ തബ് വേ അപ്നെ ഹാലത് പർ തരസ് കാത്തെ. പിന്നീട് ഗാന്ധിജി ആ പ്രായത്തിലുള്ള കുട്ടികളെ കണ്ട സമയത്ത് തൻ്റെ ആ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു പോവുകയും ചെയ്തു. ബുരി സംഗതി, ചീത്ത കൂട്ടുകെട്ട്. അപ്നി മഞ്ജലെ ബായിക്ക് ഏക് ദോസ്ത് സെ വേ മിത്രത കർണേ ലഗി. തൻ്റെ 2ാമത്തെ സഹോദരൻ്റെ കൂട്ടുകെട്ടിലുള്ള ആൾക്കാരുമായി കൂട്ടുകൂടാനായി തുടങ്ങി. ഗാന്ധിജിക്ക് മാതാ बड़े भाई तथा उनके पत्नी तीनों ने उस बुरी संगति को छोड़ देने की ചേതാവനി ദീദി. ഗാന്ധിജിയുടെ അമ്മയും മൂത്ത സഹോദരനും ഭാര്യയുമെല്ലാം തന്നെ ആ കൂട്ടുകെട്ട് ഉപേക്ഷിക്കാനായി ആവശ്യപ്പെട്ടു. ഗാന്ധിജിനെ ഉനെ ബതാ ദിയാ കി ഉസേ സുധാർനെ കെ ലിയേ ഹി വേ ഉസ്സേ സംഗതി കർത്തെ. ഗാന്ധിജി അവരോട് പറഞ്ഞത് ഇതായിരുന്നു, സ്വഭാവം നന്നാക്കുന്നതിന് വേണ്ടി, തൻ്റെ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയും കൂടിയാണ് ഈ കൂട്ടുകെട്ടിൽ നിൽക്കുന്നത്. ഗാന്ധിജി കഹാ കർത്തേ ദേ ഉൻകോ സുധാർനെ കെ ലിയേ ഹി ഉൻകെ മിത്ര ബൻ രഹേ. അവരെയും കൂടി നന്നാക്കുകയാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. ഉസ് സുധാർ ദേനെ സേ വഹ് ബഹുത് ഹി സച്ചാ ഇൻസാൻ ബനേഗ. അവരെ അതിൽ നിന്നും മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അവർ നല്ല മനുഷ്യന്മാരായി തീരുമെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. ഗാന്ധിജി പർ ഭരോസ കർത്തേ ഹുയെ വേ കുച്ച് നഹീം പോലെ. ഗാന്ധിജി പറഞ്ഞതിൽ വിശ്വസിച്ചുകൊണ്ട് പിന്നീട് അതിനെക്കുറിച്ച് അവർ ഒന്നും തന്നെ പറഞ്ഞില്ല. മാംസാഹാർ. ഗാന്ധിജി കാ വ മിത്ര ഉനെ മാംസാഹാർ ബനാനെ മേ തുലാ ദേ. ഗാന്ധിജിയുടെ ആ കൂട്ടുകാരൻ അദ്ദേഹത്തിന് മാംസാഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചു. ഉസ് സമയ വ ഗാന്ധിജി കോ മാംസ് കാനെ കെ ലിയെ പ്രേരിത് കർത്ത. സമയാസമയങ്ങളിൽ ഗാന്ധിജിയെ മാംസം കഴിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. ദൗഡ്നെ മേ ഉൻകി അസീം ശക്തി ദി. ഓടാൻ വളരെ വലിയൊരു ശക്തിയായിരുന്നു. ചാൽ ബി തേജ് ദി. നല്ല വേഗത്തിൽ നടക്കുമായിരുന്നു. ഉസ്നെ ഗാന്ധിജി കോ കഹ അംഗ്രേസ് മാംസാഹാരി ഹേ ഇസ്ലിയെ വേ ഭാരതീയ പർ ശാസൻ കർത്തേ ഹേ. ആ കൂട്ടുകാരൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് ഇതായിരുന്നു, ഇംഗ്ലീഷുകാർ മാംസാഹാരം കഴിക്കുന്നവരാണ്, അതിനാലാണ് അവർ ഭാരതീയരിൽ ഭരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. ഹം മാംസ് നഹീ കാത്തെ ഇസ്ലിയെ ഹമാരാ രാഷ്ട്ര കംസോർ ഹേ. നമ്മൾ മാംസം കഴിക്കുന്നില്ല, അതിനാൽ നമ്മുടെ രാഷ്ട്രം ദുർബലമായിരിക്കുന്നു. ഗാന്ധിജി കോ മാംസാഹാരി ബനാനെ കെ ലിയെ ഉൻസെ കഹാ കി ബഹുതേർ ഹിന്ദു ശിക്ഷർ മാം കാത്തെ ഹേ. ഗാന്ധിജിയുടെ മാംസാഹാരി ആക്കുന്നതിന് വേണ്ടി ആ കൂട്ടുകാരൻ പറഞ്ഞതിതായിരുന്നു, വളരെയധികം ഹിന്ദു അധ്യാപകന്മാരെല്ലാം മാംസം കഴിക്കുന്നവരാണ്. രാജ്കോട്ട് കെ പ്രസിദ്ധ വ്യക്തിയും കെ നാം ബി ഉസ്നെ ബതായി. രാജ്കോട്ടിലെ പ്രസിദ്ധമായ വ്യക്തികളുടെ പേരും അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. മൻ പരിവർത്തൻ. മഹാത്മാഗാന്ധി പർ ഉസ് മിത്ര കി ബാത്തോം കാ അസർ പഠനെ ലഗ. മഹാത്മാഗാന്ധി ആ കൂട്ടുകാരൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള സ്വാധീനം ചെലുത്തുക ഉണ്ടായി. ഉസ് സമയ്
വേ ഡർപോക്തെ. ആ കാലഘട്ടത്തിൽ ഗാന്ധിജി വളരെയധികം പേടിത്തൊണ്ടനായിരുന്നു. അപ്നെ ഉസ് മിത്ര കി ശക്തി കോ ദേക്കർ ഉൻകാ മൻ ധീരെ ധീരെ ബദൽനെ ലഗ. തൻ്റെ ആ കൂട്ടുകാരൻ്റെ ശക്തി കണ്ടുകൊണ്ട് മനസ്സ് പതുക്കെ പതുക്കെ മാറുവാനായി തുടങ്ങി. വേ മാന്യേ ലഗേ കി മാംസാഹാർ അച്ചി ചീസ് ഹെ. ഗാന്ധിജി അംഗീകരിക്കാനായി തുടങ്ങി മാംസാഹാരം നല്ലൊരു വസ്തുവാണ്. ഉസ്സെ ബൽ തഥ സാഹസ് മിൽത്ത. അതുകൊണ്ട് വളരെയധികം ശക്തിയും ധൈര്യവും ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു. സുധാർ കി ഭാവന. महात्मा गांधी के माता पिता वैष्णव धर्म का पालन पूर्ण रूप से किया करते थे. മഹാത്മാഗാന്ധിയുടെ അച്ഛനും അമ്മയും വൈഷ്ണവ ധർമ്മത്തിൻ്റെ വളരെയധികം നല്ല രീതിയിൽ പാലിക്കപ്പെടുന്ന വ്യക്തികളായിരുന്നു. ഉൻകോ മാലൂം था कि यदि माता पिता को मांसाहार का पता चला जाता तो वे बिना मौत के तुरंत जान छोड़ देते. അവർക്കോ മറ്റേ ഈ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, മാംസാഹാരം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിഞ്ഞാൽ, വേ ബിനാ മൗത് കെ തുരന്ത് ജാൻ ചോട് ദേ, ഇവിടുന്ന് തന്നെ ഇല്ലാതാക്കുമെന്ന് തന്നെ ചിന്തിച്ചു. വേ ചാഹത്തെ थे कि भारतवासी മാംസാഹാരി ബൻകർ ശക്തിശാലി ബനെ അവർ അംഗ്രേസോं को देश से बाहर निकाल दे. അദ്ദേഹത്തിന് ഒറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, ഭാരതവാസികൾ എല്ലാവരും തന്നെ മാംസാഹാരികളായി തീർന്ന് ശക്തിശാലിയായി തീരുകയും ഇംഗ്ലീഷുകാരെ ദേശത്തിൽ നിന്നും പുറത്താക്കണം എന്നുള്ള ചിന്ത. ഇസ്ലിയെ ഉനോനെ മാംസ് ഖാനെ കോ നിശ്ചയ കിയ. അതിനാൽ മാംസം കഴിക്കാനായി തീരുമാനിച്ചു. ബേച്ചേൻ. नियत दिन नदी के किनारे जहाँ कोई नहीं आते वहाँ उस मित्र ने उन्हें मांस दिखाया. ഒരു ദിവസം നദിയുടെ തീരത്ത് ആരും വരാത്ത ഒരു സമയം നോക്കി ആ കൂട്ടുകാരൻ മാംസം കാണിച്ചു. മാംസ് ചമടേസ ലഗ്രഹ. തോല് പോലെ ഉണ്ടായിരുന്നു. ഉൻകോ കയ്യാനെ ലഗി. ഖാനെ ബീച്ച് മേ ചോട് ദിയ. അതെന്ത് ചെയ്തു? കഴിക്കുന്നത് പകുതിയിൽ ഉപേക്ഷിച്ചു. ഉസ് രാത് കോ ഉനെ നീന്ത് നഹി ആ രഹി. അന്നത്തെ ദിവസം രാത്രി അദ്ദേഹത്തിന് ഉറക്കം വന്നില്ല. ഫിർബി ഉനെ മാംസാഹാർ ഏക് കർത്തവ്യസ ലഗ്നെ ലഗ. മാംസാഹാരം എന്നുള്ളത് ഒരു കർത്തവ്യം പോലെ ആക്കി തീർക്കുകയും ചെയ്തു.